അപ്പൊ നമ്മളിന്ന് ഗുരുവായൂർക്ക് പോകാൻ പോവാണ്. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ടാണ് പോണത്. എല്ലാവർക്കും ചേർന്ന് അടിച്ചു പിടിക്കാൻ പോകും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒക്കെ അക്ഷര പറഞ്ഞിട്ടുണ്ടാവും. ചാന്ദിക്ക് ചിടിയായി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പാടിയും കളിച്ചൊക്കെ ആയതുകൊണ്ട് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. മമ്മിയൂർ ശിവക്ഷേത്രത്തില്. യെസ് ഗായ്സ്, നമ്മളിപ്പോൾ മമ്മിയൂർ ശിവക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത്. ആദ്യം നമ്മൾ അങ്ങോട്ടായിരുന്നു പോയിണ്ടായിരുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ ഗുരുവായൂർക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ വല്ലാണ്ട് തിരക്കൊന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിറങ്ങി. ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗായ്സ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അക്ഷരയുടെ കുറച്ച് ഒറ്റയ്ക്കുള്ള ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയായിരുന്നു. ഫോട്ടോയ്ക്ക് നല്ലൊരു പോസ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഏത് പോസ് ഇടണമെന്ന് അറിയണ്ടായിരുന്നില്ല. അവസാനം അവിടെ ഒരു ശിവൻ്റെ ഒരു പോസാണ് ഇട്ടത്. പക്ഷെ അത് വെച്ചത് ശരിയാത്തത് കൊണ്ട് തന്നെ ചേച്ചി പോയി ശരിയാക്കിയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഗായ്സ് ഞങ്ങൾ നേരം വൈകിച്ചില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗുരുവായൂർക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങളെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഐ ലവ് ഗുരുവായൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഗായ്സ് ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് പോകാൻ പറ്റിയില്ല, നേരം വൈകിയത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനൊന്നും പറ്റിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ പോവാമെന്ന്. ഞങ്ങൾ കാറിലിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വേറൊരു വീഡിയോയ്ക്ക് അക്ഷര ഇൻട്രോ കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഗായ്സ് ഞങ്ങൾ നേരത്തെ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ മഞ്ഞൊക്കെ കാണായിരുന്നു. ഞാനും അക്ഷരയൊക്കെ പാടിയും കളിച്ചൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു, ബോറടിക്കേ ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പോയി അവസാനം ഗുരുവായൂർ എത്തി. പിന്നെ അതും കൂടാതെ തന്നെ ഗുരുവായൂർ എത്തണേൻ്റെ അവിടെ തന്നെ കിഴക്കേന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഗരുഡനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു ഗരുഡനെ കാണാനായിട്ട്. പിന്നെ ഗായ്സ് ഞങ്ങളങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെത്തി. പിന്നെ ഞങ്ങൾ ഫോണൊക്കെ കാറിൽ വെച്ചിട്ടായിരുന്നു പോകണ്ടായിരുന്നത്, കാരണം ഫോണൊന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവസാനം ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ ആനയും അതുപോലെ തന്നെ പല രൂപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടാതെ അവിടെ ശിവൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. ഈ ശിവൻ്റെ പ്രതിമയുടെ അടുത്ത് ഞങ്ങൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഗൈസ് ഉച്ചയാവാറായി, ഞങ്ങൾ രാവിലത്തെ ഒന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തേക്ക് കൂടിയിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു കിടിലൻ സദ്യയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പലതരം കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗായ്സ് ഫുഡൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ.